ഞാൻ എൻ്റെ സാഹചര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഫാമിലിയുടെ കംഫർട്ട് എന്താണോ അത് ഞാൻ ചെയ്യും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് ആഘോഷിക്കുന്ന വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കാറില്ല. ഞാൻ ഈ പോകുന്നതേ ഒരു നൂലുകെട്ട് ഫംഗ്ഷനാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദര തുല്യനുമായ അഖിലിന്റെ കുട്ടികളെ കാണാനാണ് ഈ പോകുന്നത്. എക്സൈറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൻസ് ബോയ്സ് ആണ്. എനിക്ക് ഈ ടിൻസ് കുട്ടികളെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫംഗ്ഷൻ തൊടുപുഴയിൽ വെച്ചായിരുന്നേ. ഞാനൊരു ആലപ്പുഴക്കാരി ആയതുകൊണ്ടേ എനിക്ക് ഈ റബ്ബറും ജാതിയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫംഗ്ഷൻ ആണെങ്കിൽ ജാതിത്തോട്ടത്തിന്റെ നടുക്കുള്ള ഒരു റിസോർട്ടിലും. ഞങ്ങൾ ആ റിസോർട്ട് ഫുള്ള് ചുറ്റിക്കണ്ട് ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം. ജാതിത്തോട്ടത്തിന്റെ നടുക്കൂടെ അരുവി പോലെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടേ. ഇത് കണ്ട് എൻ്റെ മോൻ ശങ്കരൻകുട്ടി ഓടിപ്പോയി ആദ്യം കൈയിട്ടു, പിന്നെ കാലിട്ട്, പിന്നെ മുഴുവനെ അവൻ വെള്ളത്തിലോട്ടങ്ങ് വീണു. ഞങ്ങൾക്കും ഭയങ്കര രസം കേട്ടോ. ഞങ്ങൾ 3 പേര് നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, കുറച്ചു നാൾ മുമ്പേ ഞാൻ ഇതിന്റെ ഒരു റീൽ ഇട്ടു. അതിന് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് എനിക്ക് കിട്ടി. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പം അതിന് ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടുള്ള കമന്റ്സ് കിട്ടുന്നത് സ്വാഭാവികമാണ്. അത് 100% അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത്രയും വലിയ കുട്ടിയെ എന്തിന് സ്നഗ്ഗി ഇടിയിപ്പിച്ചു എന്നതിനാണ് ഞാൻ ക്രൂശിക്കപ്പെട്ടത്. ഞാൻ എൻ്റെ സാഹചര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ഫാമിലിയുടെ കംഫർട്ട് എന്താണോ അത് ഞാൻ ചെയ്യും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് ആഘോഷിക്കുന്ന വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കാറില്ല. ഞങ്ങളെ ഈ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ആ സമയത്ത് ശങ്കരൻകുട്ടിയെ ഉണർത്താറില്ല. പകരം ഡ്രസ്സ് മാറുന്ന കൂട്ടത്തിൽ ഒരു സ്നഗ്ഗിയും കൂടെ ഇടിയിപ്പിക്കും. കാരണം ഇതിനു മുമ്പ് 2 പ്രാവശ്യം അവൻ കാറിന്റെ സീറ്റിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേ ഇത്രയും മനോഹരമായ ഒരു സ്ഥലമാണെന്നും ഇതുപോലെ കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു നീർച്ചാലുണ്ടെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. അവൻ അതിലിറങ്ങാൻ ഒരു കൊതി കാണിച്ചു. ഞങ്ങൾക്കും ഇറക്കാൻ തോന്നി. ഞങ്ങൾ ഇറക്കി. അവനും ഞങ്ങൾക്കും സന്തോഷം. പക്ഷെ ഇത് പ്ലാനിങ്ങിൽ ഇല്ലാത്ത കാരണം സ്നഗ്ഗി മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ റീലിന് വന്ന നെഗറ്റീവ് കമന്റും ആ കമന്റ്സുകൾക്ക് കിട്ടിയ ലൈക്കുകളും കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ആ നെഗറ്റീവ് കമന്റ്സ് മൊത്തം ഇട്ടേക്കുന്നത് ചെറുപ്പക്കാരായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരെയും ജഡ്ജ് ചെയ്യാറില്ല. കാരണം പലരുടെയും സാഹചര്യം പലതായിരിക്കും. അതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ അന്നത്തെ ദിവസം ശങ്കരൻകുട്ടിയും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ യാത്ര കൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുത്ത്, ചെറുതാണെങ്കിലും ഫ്രീക്വൻ്റായിട്ട് ഞങ്ങൾ യാത്ര പോകുമെന്ന്. ആ തീരുമാനം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാതെ എല്ലാവരെയും മാനിച്ച് ജീവിക്കൂ. ലൈഫ് അടിപൊളിയാവും. മിനിമം നമുക്കെങ്കിലും സമാധാനം കിട്ടും. എല്ലാവർക്കും നന്മകൾ നേരുന്നു.